Hi, full organic മൈലാഞ്ചി അത് ഐസ്ക്രീം ചാണകം പൊട്ടമാതിരി ഹസ്ബൻഡോട് ഡിസൈൻ. മാർച്ച് 17-ാം തീയതി ആയിരുന്നു കേട്ടോ എൻ്റെ വളകാപ്പ് ഫംഗ്ഷൻ നടന്നത്. രാവിലെ 6 മണിക്ക് എണീറ്റിട്ടാണ് ഞങ്ങൾ വളകാപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സൊക്കെ ചെയ്തത്. ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന എല്ലാ തിങ്സും ഓർഗാനിക് തന്നെ വേണമെന്ന് അജിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പൂവും ഇലയും ഒക്കെ എല്ലാ ഒറിജിനൽ തിങ്സ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്തത്. സ്വന്തം വളകാപ്പിന് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഗർഭിണി ഞാനായിരിക്കും. ആണോ? അല്ലേ? രാവിലെ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ തലേ ദിവസം ചെയ്ത് വെച്ചിട്ട് വാഴയിലയും പൂവും ഒക്കെ ഉണങ്ങിപ്പോയതായി ഏതോ ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഡെക്കറേഷൻ അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇതായിരുന്നു കേട്ടോ സ്റ്റേജിൻ്റെ ഓവറോൾ ലുക്ക്. പിന്നെ നമ്മൾ സോഫയിൽ ഒരു വെള്ളം കൊണ്ട് വെച്ച് കവർ ചെയ്യുകയും ചെയ്തു. ഞാൻ ഗർഭിണി ആയതിനു ശേഷം ഇതുവരെ ഒരു സ്കിൻ കെയറോ ഒരു മേക്കപ്പോ ഒന്നുമേ ചെയ്തിട്ടില്ല. ആകെ മുഖം സോപ്പ് വെച്ച് കഴുകിയിട്ടൊരു പൊട്ട് മാത്രം തൊട്ടിട്ടായിരുന്നു പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അത് പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് ക്ഷീണമൊക്കെ ആയിരുന്നു. സോ ആദ്യമായിട്ടാണ് ഞാൻ അതിന് ശേഷം വന്നിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. സാരി ഉടുക്കാനും ഡ്രൈപ്പ് ചെയ്യാനൊക്കെ അജിയും കൂടെ ഹെൽപ്പ് ചെയ്തു. സ്വന്തമാണ് എല്ലാം ചെയ്തത് ഞങ്ങൾ. അട്ടപ്പാടിയുടെ ഭാഷ സംസ്കാരത്തിലൊക്കെ തമിഴ് കൾച്ചറിൻ്റെ ഒരു ടച്ച് ഉള്ളതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം ആചാരങ്ങൾ വൈറലാവുന്നതിന് മുമ്പ് തന്നെ ഇവിടങ്ങളിൽ വളകാപ്പൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 7-ാം മാസം ഗർഭിണിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വളകാപ്പ് നടത്തുന്നത്. പ്രസവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ വന്നിട്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മരിച്ച് പുനർജനിക്കണ മാതിരിയാണ് കേട്ടോ. അങ്ങനെ പുനർജനിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന പെണ്ണിനെ ഒന്ന് അണിയിച്ചൊരുക്കി ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് വളകാപ്പ് എന്ന് പറയപ്പെടുന്നു. ഇവിടെ എങ്ങനെ വളകാപ്പ് നടത്തുന്നത് വെച്ചാൽ ആദ്യം അമ്മയും അച്ഛനെയും സ്റ്റേജിലേക്ക് ആനയിച്ച് ഇരുത്തിയതിന് ശേഷം എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അമ്മയ്ക്ക്, അതായത് ഭാവി അച്ഛൻ അമ്മയ്ക്ക് എല്ലാ തരത്തിലുള്ള ചടങ്ങും ചെയ്തു കൊടുക്കുന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ആദ്യം ചന്ദനവും കുങ്കുമവും കവിളിലും കയ്യിലും കാലിലും പൂശുന്നു. അതിനപ്പുറം പൂവ് വെച്ച് മുടി ചീകി കണ്ണാടി കാണിച്ച് വളയിട്ടിട്ട് അലങ്കരിക്കുന്നു. അമ്മയുടെ വീട്ടുകാരാണ് എല്ലാ സ്വീറ്റ്സും ഭക്ഷണങ്ങളും ഒക്കെ കൊണ്ടുവരിക കേട്ടോ. പിന്നെ ഒരു വ്യത്യസ്തതയുള്ള സംഭവമാണ് 5 തരത്തിൽ അല്ലെങ്കിൽ 7 തരത്തിലുള്ള വ്യത്യസ്തമായ ചോറ് ഉണ്ടാക്കി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇവിടെ 5 തരത്തിലാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി സാദം, ലെമൺ സാദം, തൈര് സാദം, തക്കാളി സാദം, പുതിനച്ചോറ്, അങ്ങനെ 5 തരത്തിലുള്ള ഫുഡാണ് ഉണ്ടായിരുന്നത്. ഇത് ഓരോന്നായിട്ട് അച്ഛനെടുത്ത് ഊട്ടൂട്ട അമ്മയെ. അജി ആദ്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ചടങ്ങും ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇമോഷണലായിട്ട് ഓവർവെൽമിംഗ് ആയിട്ട് കരയാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണലായിരുന്നു. അതിന് കാരണമുണ്ട്. ഈ ഫങ്ഷനൊക്കെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നടക്കുക എന്ന് പറയുന്നത് ഒരു സ്വപ്നം കാണുന്ന പോലത്തെ ഫീലാണ് കേട്ടോ. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഞങ്ങളുടെ ബാച്ചിലേഴ്സ് ടീമിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് അത് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ആൾ പ്രസിഡൻറ്റ് ഇപ്പോൾ വളകാപ്പിൻ്റെ വീഡിയോ ഇടുന്നു. നമ്മുടെ ജീവിതത്തിൽ ശരിയായ ഒരാൾ ശരിയായ നേരത്തെ കടന്നു വരുമ്പോൾ നമ്മുടെ പകുതി തീരുമാനങ്ങളും നല്ലതിലേക്ക് മാറുമെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. അജിയെപ്പോലെ ഒരു അടിപൊളി ഹസ്ബൻഡിനെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു മൊമെൻറ്റ് കൂടിയാണ് അത് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പം എനിക്കത് ആ ഒരു മൊമെൻറ്റ് ഭയങ്കര ഓവർവെൽമിംഗ് ആയിരുന്നു. ഞാൻ ഒരുപാട് ഇമോഷണലായിട്ടാണ് അതിനെ ഫേസ് ചെയ്തത്. നല്ല സന്തോഷവും അതുപോലെ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഫീലിങ്സൊക്കെ കലർന്നിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അത് ഓരോരുത്തരും അതിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും അവർക്കത് മനസ്സിലാവുകയെന്ന് വിചാരിക്കണം. ഇപ്പം ഞങ്ങൾ കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്ത തരമായിട്ടുള്ള ചോറൊന്നും വെക്കാൻ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെച്ച് തന്നത് അജിയുടെ ചിത്തിയായിരുന്നു കേട്ടോ. ഷാൻ ചിത്തിയായിരുന്നു ഞങ്ങൾക്ക് വെച്ച് തന്നത്. എല്ലാ ഫുഡും ഭയങ്കര ഗ്രേറ്റായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു. അവസാനം എനിക്ക് കിട്ടിയ പോലുമില്ല. ഒരു സ്പൂണ് കഴിച്ചിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല അതവിടെ. അപ്പോൾ അതുപോലെ അച്ഛൻ തന്നെ സ്വീറ്റ്സും എടുത്ത് ഊട്ടും അമ്മയെ. അതിന് ശേഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ മുന്താണിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും
പോഷക ഗുണമുള്ള തരത്തിലുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിങ്സൊക്കെ മുന്താണിയിൽ നിറയ്ക്കും വസ്തുക്കൾ, അതായത് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സീഡ് എന്ന് പറയും, എന്തെങ്കിലും പൈസയായിട്ടോ അങ്ങനെയൊക്കെ അവർക്ക് ദക്ഷിണയായിട്ടോ കൊടുക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഓവറോൾ ചടങ്ങ്. അപ്പോൾ അച്ഛൻ ചെയ്ത പ്രോസസ്സ് തന്നെ അച്ഛനെയും കൂടി ഇരുത്തിയിട്ട് ബാക്കിയുള്ളവർ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന മാതിരിയാണ് വളകാപ്പ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കമൻസിൽ ഡൗട്ട്സ് ചോദിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാറി മാറി വന്നിട്ട് അച്ഛനെയും അമ്മയെയും മഞ്ഞളും കുങ്കുമവും തേപ്പിക്കുകയും അതുപോലെ ഭക്ഷണം വിളമ്പുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ വളകാപ്പിൻ്റെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഈ കുപ്പിവള ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. കുപ്പിവള എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ 7-ാം മാസം ആകുമ്പോഴത്തേക്കും നമ്മളെ കുട്ടി വന്നിട്ട് പുറമേയുള്ള ഒച്ചയോട് പ്രതികരിച്ച് തുടങ്ങുകയും അത് നന്നായിട്ട് കേൾക്കുകയൊക്കെ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കുപ്പിവളയുടെ ഒച്ച, കിളിയിലെ ഒച്ച അതിൻ്റെ ബ്രെയിനിൻ്റെ വികാസത്തിനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വളകാപ്പിന് എല്ലാവരും കുപ്പിവള ഇട്ട് കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഓരോരുത്തർ വന്ന് ചെയ്യുമ്പോഴും സന്തോഷം കൊണ്ട് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണീര് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്ത്രീയും ഒരു പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുന്ന വളരെ വലിയൊരു റോളർ കോസ്റ്ററിലൂടെ സഞ്ചരിക്കുന്ന മാതിരി എന്നാണ് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, ഹോർമോണൽ ചേഞ്ചസ്, ഒരുപാട് മൂഡ് സ്വിങ്സ്, ഒരുപാട് ബോഡി ഏക്സ്, നമ്മുടെ മനസ്സും ശരീരവും അങ്ങനെ എല്ലാം നമ്മൾ പുതിയൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പുനർജന്മം എന്നൊക്കെ പറയപ്പെടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇത്രയും വലിയൊരു മാറ്റം വന്ന സമയത്ത് ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മനസ്സും ശരീരവും ഒക്കെ ഒന്ന് നല്ല വിധത്തിൽ ഹാപ്പി ആക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു ചടങ്ങാണിതെന്നാണ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കി കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം മുഴുവൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾക്ക് വളരെയധികം പ്രാധാന്യം തരുന്നു, നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെയും മറക്കാൻ അടക്കം കഴിയും. നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കൊരു ബോധ്യം വരുത്താനും കൂടിയുള്ള ഒരു ചടങ്ങാണിത്. അപ്പം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നത് ഒരു ഗർഭിണിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓർമ്മയാണ് കേട്ടോ. എല്ലാവരും മാറി മാറി വന്നിട്ട് ഞങ്ങൾക്ക് ചടങ്ങുകളൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ കണ്ണൂർ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് തന്നെ പോകും. വൈകിട്ട് ആകുമ്പോഴേക്കായിരിക്കും നമ്മൾ ഇറങ്ങുക. കണ്ണൂരൊക്കെ ഇത്ര ഗ്രാൻഡായിട്ടുള്ള ഫങ്ഷനൊന്നും ഇല്ല കേട്ടോ. കണ്ണൂർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. പിന്നെ വിളക്ക് കത്തിച്ച് അരി നുരിക്കുക എന്നാണ് ഞങ്ങൾ പറയാം. നിങ്ങളവിടെ എന്താ പറയാന്നറിയില്ല. അരി തലയിലൂടെ ഇട്ടിട്ട് ഗേളിനെ മാത്രം അരി തലയിലൂടെ ഇട്ടിട്ട് അനുഗ്രഹിച്ചിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള 7-ാം മാസത്തെ ചടങ്ങ് കേട്ടോ. ഇത് അട്ടപ്പാടി ഭാഗത്തുള്ള ചടങ്ങാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് അവർ അതുപോലെ വിളക്കൊക്കെ കത്തിച്ച് അരി നുരിച്ചിട്ട് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതേപോലെ അവസാനം ഈ വളകാപ്പ് എല്ലാവരും വന്നതിന് ശേഷം അവസാനം ഗർഭിണിക്കും കുഞ്ഞിനൊക്കെ കണ്ണ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആരതി കൂടി എടുക്കുന്നുണ്ട്. അത് പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എല്ലാവരുടെയും ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണുള്ളൊരു മെമ്മറി നമുക്ക്. അപ്പോൾ എൻ്റെ വളകാപ്പ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് കമൻറ്റ് കൂടി അടിച്ചോളൂ. എല്ലാവരും അമ്മയും കുഞ്ഞും സുഖമായിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് നോർമൽ ഡെലിവറി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.